ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു സൂപ്പർ ശങ്കർ റോക്സ്. ഈ വീഡിയോ ഒക്കെ നാട്ടിൽ പോയ സമയത്ത് എടുത്തതാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്. വളരെ നല്ലൊരു സ്ഥലമാണെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നാട്ടിലെത്തിയാൽ പിന്നെ ചേട്ടനും ചേച്ചിയോടൊപ്പം എല്ലായിടത്തും പോകാൻ ഒരുപാട് സന്തോഷമാണ്. പക്ഷേ ഇത്തവണ ഞങ്ങളുടെ സന്തോഷം അധികം നാളെ നീണ്ടു നിന്നില്ല. ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന സമയമൊക്കെ ഞങ്ങളുടെ ലൈഫ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യ 2 ആഴ്ച ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. 2 ആഴ്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ ജീവിതം ആകെ മാറി മറിഞ്ഞു. പപ്പയ്ക്ക് തീരെ സുഖമില്ലാണ്ടായി. ഇന്ന് പപ്പ ഞങ്ങളോടൊപ്പം ഇല്ല. ഞങ്ങളെ വിട്ട് പപ്പ പോയി. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇവിടെ വീഡിയോയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തായാലും പറഞ്ഞു തുടങ്ങിയതല്ലേ, സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം പറയാം. ഓക്കെ, അപ്പം ഞങ്ങൾ വഴി അറിയാത്തതുകൊണ്ട് അന്വേഷിച്ച് പോകുമായിരുന്നു. പിന്നെ ചെന്ന് ആദ്യം നമ്മളൊരു ബോട്ടിൽ കയറണം. ബോട്ടിങ്ങിൽ പോയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഭാഗത്ത് ഇറങ്ങി നിൽക്കാൻ പോകുന്നത്. ഇവിടെയൊക്കെ ആഴമുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ എനിക്ക് ബോട്ടിലും വെള്ളത്തിലൊക്കെ കയറുന്ന പൊതുവെ ഒരു പേടിയാണ്. എന്തോ വെള്ളം എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു പേടിയാണ്. കുട്ടിക്കാലത്തൊന്നും എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. വലുതായതിനു ശേഷമാണ് ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ വീഗലാൻഡിൽ പോയ സമയമായിരുന്നു. വെള്ളത്തിനടുത്ത് നിൽക്കുമായിരുന്നു, ഒരു പൂള് പോലെ. അപ്പോൾ ആ പൂളിലേക്കെടുത്ത് തന്നെ കോരിയെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട ശേഷം ഞാൻ താഴേക്ക് പോയിട്ട് പിന്നീട് പൊങ്ങി വരുമായിരുന്നു. അപ്പോൾ എനിക്കൊരു ശ്വാസം മുട്ടുണ്ടായി. വെള്ളം മൂക്കിലും കണ്ണിലൊക്കെ കയറി. അതിനെ തുടർന്ന് പിന്നെ എനിക്ക് വെള്ളം കാണുമ്പോൾ ഒരു ഭയമാണ്. ഇപ്പോഴും എനിക്ക് വെള്ളം ഇറങ്ങുന്നതും ഒക്കെ ഭയങ്കര ഒരു പേടിയാണ്. ടീച്ചർ അന്ന് കാണിച്ച ആ ഒരു തമാശ എനിക്കിപ്പോൾ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ടീച്ചർ ആരാണെന്ന് എന്താണെന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ, അതൊക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞ കാര്യം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ എങ്ങനെയും പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും എൻജോയ് ചെയ്യുമ്പോഴും ഞാൻ പേടിച്ചിട്ടാണ് വെള്ളത്തിൽ ഇറങ്ങുന്നത്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. നല്ല സ്ഥലമാണ്. എൻ്റെ പേടിയെ പോലെ ഒന്നുമില്ല, ഒന്നും പേടിക്കാനില്ല. നമുക്ക് വെള്ളത്തിൽ കൂടെ ഒരു ബോട്ടിൽ നമ്മൾ ഒരിടത്ത് കൊണ്ട് ചെന്ന് ഇറക്കി വിടും. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് നടന്ന് പോകാം. അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. ഇങ്ങനെ വെള്ളത്തിൽ നടന്ന് പോയിട്ട് പിന്നെ കുറേ ചേട്ടന്മാരൊക്കെ നമ്മളോട് പറയും നമ്മൾ വെള്ളത്തിൽ അവിടെ മൊത്തം കൊണ്ട് ചുറ്റി കറക്കാം എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് ഭയമുള്ളത് കൊണ്ട് ഞങ്ങൾ അതൊന്നും കയറിയില്ല. പിന്നെ നെല്ലിക്കയും ലവലോലിക്കയും നാരങ്ങയും മാങ്ങയും ഒക്കെ അച്ചാറിട്ടുകൊണ്ട് കുറേ ചേച്ചിമാർ അവിടെ വിൽപ്പനയായിട്ടുണ്ടായിരുന്നു. ഞാനിതൊന്നും കഴിച്ചില്ല, കാരണം എനിക്കിങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടുകളൊക്കെയാണ്. ഞങ്ങളവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു, റീൽസ് ചെയ്തു, വീഡിയോ ചെയ്തു. ഒരുപാട് ആൾക്കാർ അവിടെ വന്നു. പിന്നെ കക്കയും കല്ലുമ്മേക്കായും ഒക്കെ വാങ്ങി ആണ് ഞങ്ങൾ തിരികെ പോകുന്നത്. ഇതാ അവിടെ സെക്ഷൻ തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇത്രയും ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും വളരെ നല്ലൊരു അനുഭവമാണ്. നിങ്ങളെല്ലാവരും കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ പോകണം, പോയി എൻജോയ് ചെയ്യണം. ശങ്കർ കുറേ റീൽസൊക്കെ എടുക്കുന്ന വീഡിയോ ആണിത്. അതൊക്കെ ഞാൻ എന്നോടൊപ്പം അപ്ലോഡ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വളരെയധികം സന്തോഷം കണ്ടെത്തണം. കാരണം നമ്മുടെ ജീവിതം എപ്പോഴാണ് മാറി മറിഞ്ഞത് നമുക്ക് പറയാൻ കഴിയില്ല. ഞങ്ങളുടെ സന്തോഷം ഈ 2 ആഴ്ചക്കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ പപ്പ ഞങ്ങളെ വിട്ടുപോയി. ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ന് ഞങ്ങളുടെ പപ്പ ഞങ്ങളോടൊപ്പം ഇല്ല. ഞങ്ങളുടെ ഈ വീഡിയോയിലെ സന്തോഷം കാണുമ്പോൾ ഞാൻ ആലോചിക്കും, അതിനുശേഷം ഞങ്ങൾ എത്ര കരഞ്ഞു, ഞങ്ങൾ എത്ര സങ്കടം അനുഭവിക്കുന്നുവെന്ന്. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത്, എല്ലാവരും മാക്സിമം കിട്ടുന്ന സമയത്ത് സന്തോഷിക്കുകയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യണം. കാരണം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് വരുന്നത് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. എല്ലാവർക്കും അങ്ങനെ തന്നെ, ഞാൻ പറഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ എന്നെക്കുറിച്ചാണ് പറഞ്ഞത്. ഞങ്ങളുടെ സന്തോഷം അധികാരം നിന്നില്ല. 50 ദിവസം ലീവിന് പോയ ഞങ്ങൾ 2 ആഴ്ച മാത്രമാണ് സന്തോഷിച്ചത്. പിന്നീട് ഞങ്ങളുടെ ലൈഫിൽ ദുഃഖങ്ങൾ മാത്രമായിരുന്നു. ആഹാരം കഴിക്കാനും ഒക്കെ ഞങ്ങൾ കയറി ഒരുപാട് സന്തോഷിച്ചു. ഫിഷിൻ്റെ ഐറ്റംസ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കയറിയത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, സന്തോഷത്തോടെ പിരിഞ്ഞു. ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ഇതൊക്കെ. എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മാക്സിമം എൻജോയ് ചെയ്യുക. കിട്ടുന്ന സന്തോഷം മാക്സിമം എൻജോയ് ചെയ്യണം. എല്ലാവരും എപ്പോഴും സ്നേഹത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
ഒപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്നും എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി.